ഹായ് നന്ദൂസ് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മള് വേറെ ഒന്നല്ല, ഇന്നത്തെ വീഡിയോ 2 ദിവസം മുന്നത്തെ ക്വസ്റ്റ്യൻ ആൻസറിന്റെ കുറച്ച് ക്വസ്റ്റ്യൻസിന് റിപ്ലൈ തരാന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ ചോദിച്ച എല്ലാത്തിനും റിപ്ലൈ തരുന്നുണ്ട് ഈ വശം അല്ലേ? ഹൈഡ് ചെയ്യണമൊന്നുമില്ല. അപ്പൊ പ്രധാനപ്പെട്ട എന്താന്ന് വെച്ചാല് അതൊന്ന് സ്കിപ്പ് ചെയ്യാണ്ട് കാണുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ അടിയിൽ ചിലപ്പോ വീണ്ടും ഇതിന് തന്നെ കമന്റ് വരും, ഇതന്നെ റിപ്പീറ്റ് ചോദിക്കും ഇല്ലേ? അതല്ല ഞാൻ പറഞ്ഞത് കറക്റ്റ് ആയിട്ട്. ഇപ്പൊ ഇതില് പറഞ്ഞൊരു വിഷയം തന്നെ വന്നിട്ട് ചോദിക്കും. ഇപ്പൊ ഞാൻ ഒരു ഉദാഹരണത്തിന് പറയണ, ഇപ്പൊ ഞാൻ ഇത്ര മാസമായിന്ന് പറഞ്ഞതാണെങ്കിലും ഇങ്ങനെ കളഞ്ഞു പോയിട്ട് പിന്നെ പറയും അയ്യോ ഇനി എത്ര മാസമായിന്ന് അതിൽ തന്നെ ചോദിക്കും. പിന്നെ ചില കാര്യങ്ങൾ റിപ്ലൈ എനിക്ക് റിപ്ലൈ കിട്ടിയില്ല എന്നൊക്കെ പറയും. അപ്പോൾ എന്നിട്ട് അതിൽ അടിയിൽ വന്നിട്ട് ചോദിക്കും നിങ്ങൾ എന്ത് ഇതിന് മാത്രം മറുപടി പറഞ്ഞ്. ചിലപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടാവും ഇത്രയും ലെങ്ത്തുള്ള വീഡിയോന്റെ ഇടയിൽ ചിലപ്പോൾ അടിച്ച് കളയുമ്പോഴോ നമ്മളെ ശ്രദ്ധ പോകുമ്പോഴോ ഒക്കെ കേൾക്കാണ്ടാവും കേട്ടോ. അപ്പോൾ മാക്സിമം ശ്രദ്ധിച്ച് കേട്ട് കഴിഞ്ഞാൽ എല്ലാം ഇതാവും, മനസ്സിലാവും. പിന്നെന്താ ഞങ്ങൾ ഗുരുവായൂരൊക്കെ പോയി വന്നതാണ് കേട്ടോ. ഗുരുവായൂർ കുറേ നാൾക്ക് ശേഷം ഗുരുവായൂരൊക്കെ പോയി തൊഴുതൊക്കെ വന്നു അല്ലേ? അതെ, നല്ലൊരു പോസിറ്റീവ് വൈബായിരുന്നു കേട്ടോ. കൊറേ ഉള്ളില് പുറത്ത് തോന്നുന്നതിൽ ഉള്ളിൽ കയറാനുള്ള ഒരു ഇതുണ്ടായില്ല. അപ്പൊ ചുറ്റമ്പലത്തിലൊന്ന് തൊഴുകി മറ്റേക്ക് രക്ഷയില്ല. അത് ഗുരുവായൂര് പോണേൽ കുഞ്ഞിന്റെ ഈ പ്രസവ കഴിയണം വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും തിക്കും തിരക്ക് ആർക്കും അറിയാൻ പറ്റില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ഉള്ളിലേക്കല്ല, ചുറ്റമ്പലത്തില് സൂപ്പറായിട്ട് തൊഴുത് എല്ലാം ചെയ്യേണ്ടതൊക്കെ ചെയ്ത് നമ്മള് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഇപ്പൊ വന്ന് എന്താ വെച്ചാൽ വേറെ ഒന്നല്ല. ഇപ്പൊ എന്നോടൊരു എനിക്ക് അതിനൊരു റിപ്ലൈ പറയുന്നുണ്ട്, ക്വസ്റ്റ്യൻ ആൻസറിൽ വന്നതല്ല കേട്ടാ. അപ്പൊ ആദ്യം തന്നെ ഞാൻ ഇന്നൊന്ന് പറയാം, നിങ്ങൾ അമ്പലത്തിൽ പോയിട്ട് കാര്യമില്ല മറ്റുള്ളവരെ മനസ്സ് വിഷമിപ്പിച്ചിട്ട് പറയുന്നുണ്ട്. ഞങ്ങൾ മറ്റുള്ളവരെ മനസ്സ് ആദ്യം ഞങ്ങൾ വിഷമിപ്പിച്ചിട്ടാണ് ഞങ്ങൾക്ക് തോന്നണില്ല. പിന്നെ മറ്റുള്ളവരെ മനസ്സ് വിഷമിച്ചെന്ന് വെച്ചിട്ട് ഞങ്ങൾ അമ്പലത്തിൽ പോകുന്നതല്ല, ഞങ്ങൾക്ക് ദോഷം കിട്ടല് വെച്ചിട്ട് അമ്പലത്തിൽ പോകുന്നതല്ല. ഒന്നാമത് ഇപ്പം ഞാൻ പ്രഗ്നൻ്റ് ആണ്. അപ്പോൾ 7ാം മാസം തൊട്ട് നമ്മുടെ ഇവിടെ 7ാം മാസം സ്റ്റാർട്ടിങ് തൊട്ട് അമ്പലത്തിൽ പോകാൻ പാടില്ല. ഇപ്പം എനിക്ക് 5.5 മാസമല്ല, ഒരാഴ്ച കൊണ്ട് കഴിഞ്ഞാൽ 6 മാസം ആവും. അപ്പം ഇനി 1 മാസം കൂടിയൊക്കെ എനിക്ക് അമ്പലത്തിൽ പോകാൻ പറ്റില്ല. അത് കഴിഞ്ഞാൽ നമ്മുടെ അവിടെ ഇതിന് ശരിക്കും പറഞ്ഞാൽ ഉണ്ണിക്ക് ഉണ്ണിക്ക് 6 മാസം ആകുമ്പോൾ ചോറ് കൊടുക്കാൻ കയറുമ്പോഴാണ് എനിക്ക് അമ്പലത്തിൽ കയറാൻ പാടുള്ളൂ. അത് ഏട്ടനെ പോകാൻ പാടുള്ളൂ. അപ്പം നമ്മുടെ ഉണ്ണിക്ക് വേണ്ടിയിട്ടും ഞങ്ങൾക്ക് ഉണ്ടാക്കും, ഞങ്ങൾ സ്നേഹിക്കുന്നവർക്കും വേണ്ടി പ്രാർത്ഥിക്കാനാണ് ഞങ്ങൾ പോകുന്നത്. അല്ലാണ്ട് പിന്നെ ഒറ്റ ദിവസം കൊണ്ട് എല്ലാ അമ്പലം കവർ ചെയ്യാനുള്ള ഒരു സൂപ്പർ പവർ ഇല്ലാത്തതുകൊണ്ട് പിന്നെ അത് മാത്രല്ല, ഇപ്പൊ ഞാന് പെറ്റാണെങ്കിൽ ഇനിയും ഒന്നുകൂടി എല്ലാ അമ്പലങ്ങളും ഒന്നുകൂടി പെറ്റാണെങ്കിൽ പോകും. എന്താ വെച്ചാൽ വേറെ ഒന്നല്ല, എനിക്ക് നമ്മുടെ ഒരു ഉണ്ണി ഉണ്ടാവാൻ പോവാണ്. അപ്പൊ ഉണ്ണിയുടെ കാര്യങ്ങൾക്ക് നമുക്ക് കുറച്ച് മനസ്സറിഞ്ഞ് കണ്ണനോടും എല്ലാ ദൈവങ്ങളോടും പറയാനുണ്ട്. അപ്പം അതിനൊക്കെ വേണ്ടിയാണ് നമ്മൾ പോകുന്നത്. പിന്നെ എനിക്ക് അമ്പലത്തിൽ പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ ഇപ്പം ഇത്രയും മാസം നമുക്ക് പോകാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ തന്നെ എനിക്കൊരു ഉള്ളിലൊരു വിഷമമാണ്. ഇപ്പം 7 മാസം തൊട്ടെന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഉണ്ണിക്ക് 6 മാസം എന്ന് പറഞ്ഞാൽ 9 മാസത്തോളം ഞാൻ അമ്പലത്തിൽ പോകാൻ പാടില്ല. 9 മാസം എന്നൊക്കെ പറഞ്ഞാൽ ഒരു കൊല്ലത്തിൻ്റെ അടുത്തൊക്കെ അമ്പലത്തിൽ പോകാണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര വിഷമമുള്ളൊരു കാര്യമാണ്. അതിനുള്ളൊരു കമന്റ് ഇതിലുണ്ട്, അതുകൊണ്ട് സൂപ്പർ പവർ എന്നൊക്കെ പറഞ്ഞു കേട്ടോ. അത് വായിക്കുമ്പോൾ മനസ്സിലാവും, ചിലർക്ക് മനസ്സിലായിട്ടുണ്ടാവണം. അല്ല, ചിലവർ ഇടുന്നുണ്ട് നിങ്ങൾ മറ്റുള്ളവരെ വിഷമിപ്പിച്ചിട്ട് ഏത് അമ്പലത്തിലും ദൈവത്തിന്റെ അടുത്ത് പോയി നിന്നുകൊണ്ടും നിങ്ങൾക്ക് നല്ലത് കിട്ടില്ല എന്നൊക്കെ. ഞങ്ങൾക്ക് നല്ലതിന് കുറവൊന്നുമില്ല, നല്ല രീതിയിൽ തന്നെയാണ് പോണത്. നമ്മൾ അമ്പലത്തിൽ പോണത് എന്തിനാന്ന് പറഞ്ഞതാണ് കേട്ടോ. അങ്ങനെ അപ്പൊ ഫസ്റ്റ് ചോദ്യത്തിലേക്ക് ഫസ്റ്റ് ചോദ്യം ചോദിച്ചു പോവാം. വിശേഷങ്ങളൊക്കെ പിന്നെ നമുക്ക് പറയാം, അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് ഡേ മൈ ലൈഫിൽ പറയാനാണ്. ഇത് ക്വസ്റ്റ്യൻ ആൻസർ ആയിട്ടുള്ളതിലേക്ക് തന്നെ പോവാം. അപ്പോൾ ഫസ്റ്റ്, മൈ ഫേവററ്റ് യൂട്യൂബർ, ഐ ലവ് യു. പിന്നെ ഇന്ന് സന്തോഷത്തോടെ ഇരിക്കാൻ കഴിയട്ടെ, ഗോഡ് ബ്ലെസ് യു. നല്ല ആരോഗ്യമുള്ള കുഞ്ഞുവാവ് ഉണ്ടാവട്ടെ, വെയിറ്റിംഗ് ആണ് ഓരോ വീഡിയോസിനും വേണ്ടിയിട്ട്. ടൈം കിട്ടുമ്പോഴൊക്കെ വീഡിയോസ് ഇടണേ എന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. റെയിൻ. പക്ഷെ നമുക്ക് ഈ ഒരു എനിക്ക് തോന്നുന്നു പേളിമണിയുടെ ഒരു പ്രൊഫൈലല്ലേ ഈ കമന്റ് നമുക്ക് മീഡിയ. പക്ഷെ നമുക്ക് എപ്പോഴും നമ്മളെ നല്ല സ്നേഹത്തിൽ നമ്മളോട് കമന്റ് ഇടുന്ന ഒരു കമന്റാണ് ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. ആളുടെ ഐഡിന്ന് വരുമ്പോൾ ചില കമന്റുകൾ നമ്മൾ ശ്രദ്ധിക്കും, നമ്മളെ നല്ല സ്നേഹിച്ച് ഇങ്ങനെ. എനിക്ക് തോന്നുന്നത് കുറേ വർഷങ്ങൾ നമ്മൾ ചാനൽ തുടങ്ങിയ സമയം തൊട്ട് ഇടുന്നുണ്ട്. എനിക്ക് തോന്നുന്നു അമ്മയുടെ ചാനലിൽ ഞാൻ കണ്ടിട്ടുണ്ട് തോന്നി കമന്റ് ഇട്ടാ. അപ്പോൾ അങ്ങനെ നമ്മളെ സ്നേഹിക്കുന്നതിന് താങ്ക്സ് അല്ലേ. പിന്നെ നമ്മുടെ ഉണ്ണിയുടെ നല്ല ഉണ്ണി ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞതിനും നന്ദി. പിന്നെ എന്താ അടുത്ത ചോദ്യം? ബേബി നെയിംസ്
that you have considered എന്ന് വെച്ചിട്ടുണ്ട്. അത് കുഞ്ഞുങ്ങളുടെ പേരുകൾ എന്തെങ്കിലും നോക്കി വെച്ചിട്ടുണ്ടോന്ന്? നോക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ ഞങ്ങൾ സത്യം പറഞ്ഞ് നോക്കി വെച്ചാല് ആൺകുട്ടിക്ക് ഒരു പേര് ഒറിജിനലും പെൺകുട്ടിക്ക് വീട്ടിലിടാനുള്ള ഒരു പേര് മാത്രം ഇതുവരെ കിട്ടിയിട്ടുള്ളൂ. അതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റില്ല. കുറെ പേരുണ്ടെങ്കിൽ നമുക്ക് പറയായിരുന്നു, പക്ഷെ ഇത് ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. ഞങ്ങൾ പെൺകുട്ടിക്കുള്ള പേര് നോക്കിയിട്ട് കിട്ടുന്നില്ല. അല്ല, കമന്റ് ഇട്ടോട്ടോ. അപ്പൊ നമുക്ക് നല്ല പേര് അതിലുണ്ടെങ്കിൽ നമുക്ക് അതൊന്ന് എടുത്തിടാലോ അല്ലെ. ആൺകുട്ടി കിട്ടിയിട്ടുണ്ട്, ആൺകുട്ടിക്ക് ഒറിജിനൽ പേര് കിട്ടിയിട്ടുണ്ട്. പക്ഷെ വീട്ടിൽ വിളിക്കാൻ കിട്ടിയിട്ടില്ല കേട്ടോ. വീട്ടിലിടാനുള്ള ഒരു പേര് വേണം ആൺകുട്ടിക്ക്. പിന്നെ പെൺകുട്ടിക്ക് വീട്ടിൽ വിളിക്കാനുള്ള ഒരു പേര് കിട്ടിയിട്ടുണ്ട്, പക്ഷെ ഒറിജിനൽ പേര് കിട്ടിയിട്ടില്ല. അപ്പോൾ ഇതില് ഈ വീഡിയോയിലല്ല, എല്ലാ വീഡിയോയിലും കമന്റ് ഇട്ട് നമുക്ക് അതിൽ നല്ല ഇഷ്ടപ്പെടുന്ന പേരാണ് നമുക്കിടാൻ അല്ലേ, ഇതാവണമെന്നാണെങ്കിൽ നമുക്ക് ഇടാലോ. അപ്പൊ ഇടുന്ന ആൾക്കാർക്ക് ഒരു സംഭവം സന്തോഷമായിരിക്കില്ല കമന്റ് ഇടുമ്പോ. പെട്ടെന്ന് ലക്കിലാന ഒരു പേരൊക്കെ ഞങ്ങൾക്ക് മനസ്സിൽ തട്ടിയൊരു പേര് വരികയാണെങ്കിൽ ചിലപ്പോ നമുക്കത് ഇടാലോ. നമ്മളെ മൈൻഡ് അല്ലാണ്ടും പല നല്ല നല്ല പേരിടുന്ന ആൾക്കാരും ഉണ്ട്. അപ്പൊ നമുക്ക് അങ്ങനെ ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും മറ്റേ ആപ്പുകളിലൊക്കെ വെച്ചിട്ട് നോക്കാറുണ്ട്. ഉണ്ണിയുടെ ആണുണ്ണിക്ക് എന്ന് പറഞ്ഞ പേര് ഇങ്ങനെ ആലോചിച്ച് വെച്ചതായിരുന്നല്ല ഏട്ടൻ പണ്ട് എപ്പോഴും പറയുന്ന ഒരു പേരാണ്. അപ്പൊ ആ പേര് വെച്ചിട്ട് ഞാൻ അങ്ങനെ ഇടാന്ന് വിചാരിച്ചിട്ട് ഞങ്ങള് വെച്ചാണ്. പക്ഷെ പെൺകുട്ടിക്ക് കിട്ടുന്നില്ല. ഒരു ഞങ്ങളുടെ ഒരു ഇതിലേക്ക് വരുന്നില്ല. അതാണ് പ്രശ്നം. നമുക്ക് നോക്കാം അല്ലേ. പിന്നെ സമയം ഇതാന്ന് പറഞ്ഞ് പോകൂട്ടാ. ഞങ്ങളും സമയമുണ്ട് വെച്ചിട്ടാണ് പേര് ആലോചിക്കാണ്ടിരിക്കുന്നത്. പക്ഷെ സമയം പെട്ടെന്ന് പോകും. എനിക്ക് തോന്നണേ പ്രഗ്നന്റ് ആണെന്ന് അറിഞ്ഞിട്ട് ആ ഒരു 2 മാസം പോകാൻ കുറച്ച് ബുദ്ധിമുട്ട് പോലെ തോന്നി. പിന്നെ എനിക്ക് തോന്നുന്നു 3 മാസം അതിന് ശേഷം ഇപ്പൊ 6-ാം മാസം ഇതാവാൻ പോകുന്നു. എത്ര പെട്ടെന്ന് 6-7 മാസമൊക്കെ ആവണേന്ന് എനിക്കെന്നെ അറിയുന്നില്ല അല്ലേ. ആലോചിക്കുമ്പോ ചെറിയൊരു പേടിയുണ്ട് പ്രസവത്തിന്. ആലോചിക്കുമ്പോ ഭയങ്കരമായിട്ട് ഓർഡർ ഉണ്ട്, അതനുസരിച്ച് ഉണ്ണി കിടന്ന് ഓടുന്നുണ്ട് വയറ്റില്. ഉണ്ണിയാണ് ഇപ്പൊ നല്ല എനക്കുണ്ട് കേട്ടോ. നല്ലോണം ചവിട്ടണൊക്കെ. ഇപ്പൊ കാറിൽ വരുമ്പോ കുണുക്കനും കുടിക്കുക ആദ്യമായിട്ടാണ് ഇങ്ങനെ ചവിട്ടണത് കാണുന്നത് എന്റെ വയറ്റില്. അപ്പൊ ഇങ്ങനെ കണ്ടപ്പോ അവർക്കും ഭയങ്കര ഹാപ്പി അല്ല. ഏട്ടന് പിന്നെ എപ്പോഴും കൈ വെച്ച് കൊടുക്കും. ഏട്ടൻ്റെ കൂടെ എപ്പോഴും ഉള്ളവരുടെ എപ്പോഴും കൈ വെച്ച് കൊടുക്കുമ്പോ കൂടുതൽ എനക്കം ഇടയ്ക്ക് വീഡിയോ എടുത്ത് വെക്കാറുണ്ട് ഇങ്ങനെ. അപ്പൊ അങ്ങനെയാണ്. അപ്പൊ അടുത്ത ഇതിലേക്ക് പോവാട്ടോ വിഷയങ്ങളായിട്ടുള്ള. അപ്പൊ ഇപ്പൊ കറക്റ്റ് എത്ര വീക്കായി ചോദിച്ചിട്ടുണ്ട്? എനിക്ക് 20 വീക്കായി. 21 ആവണം. നാളെ അങ്ങനെ ആണെന്ന് തോന്നുന്നു. നാളെ അല്ല 18, മറ്റന്നേക്ക് 21 വീക്ക് ആവട്ടെ. ഇപ്പൊ 20 വീക്ക്. സ്ഥിരം വീഡിയോസിൽ പറയുന്നുണ്ട്, വേറെ ഒന്നുമില്ല. ഈ ഫോണിന്റെ പ്രശ്നമാണ്. എന്തെങ്കിലും 2 വീഡിയോ എടുത്ത് വെച്ചാൽ അപ്പേക്കും തീരും. അടുത്ത വായിക്കാം. എത്ര മന്തായി ചോദിച്ചിട്ടുണ്ട്? ഇപ്പൊ 5 മാസം കഴിയാറായിട്ടാ. 5 മാസം അല്ല, 5 മാസം കഴിയാറായി. 5 മാസം പകുതി എന്ന് പറയാല്ലേ. പകുതി പറയാം. 2 ആഴ്ച കൂടി ഉണ്ടാവും 5 മാസം കഴിയണേ. അപ്പൊ 5 മാസത്തില് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ വയറൊന്നും ഇല്ലാതെ തന്നെ ആർക്കും വിശ്വാസമാണില്ലേ. അതാ പ്രശ്നം. വയറാവാത്തോണ്ട്. പക്ഷെ ഇപ്പൊ കുറച്ച് വയറായിട്ട് എനിക്ക് തോന്നുന്നുണ്ടല്ലോ. ഇപ്പൊ കുറച്ച് വയറ് തോന്നുന്നുണ്ടല്ലോ നമുക്ക്. അടുത്ത ക്വസ്റ്റ്യൻ വായിക്കാം. ഒത്തിരി ഇഷ്ടമാണ് 2 പേരെയും. ഹാപ്പി ആയിരിക്കും. ലവ് യു ഡിയേഴ്സ്. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു. സനു ലിജു എന്നായിട്ടുള്ളൊരു താങ്ക് യു. നമ്മള് ഇനി അങ്ങോട്ട് മുന്നോട്ട് ഇതേപോലെ സ്നേഹിക്കുക അല്ലേ. അതെ. അടുത്തത് എൻ്റെ കണ്ണിലൊരു മയക്കം ഉണ്ടാവട്ടോ. പാൽപ്പായസം കുടിച്ചിട്ടുണ്ട്. ന്യൂ ഹൗസ് വെക്കാൻ ഇപ്പോൾ പ്ലാൻ ഉണ്ടോ? കുഞ്ഞിൻ്റെ വെയിറ്റ് എത്രയാണ്? ആദ്യം ന്യൂ ഹൗസിൻ്റെ കാര്യം പറയും. ചേട്ടൻ പറയും. ന്യൂ ഹൗസ് വെക്കാനായിട്ട് ഇപ്പോൾ പ്ലാൻ എന്ന് വെച്ചാൽ എന്തായാലും പെട്ടെന്ന് എടുക്കാനായിട്ടുള്ളൊരു കോടീശ്വരനല്ല. അതുകൊണ്ട് എന്തായാലും വെക്കും. എന്തായാലും ബേബി ആയി കഴിഞ്ഞ ശേഷമൊക്കെ അതൊക്കെ വെച്ച് പ്ലാനിങ്ങുള്ളൂ. ഇപ്പോൾ ഫസ്റ്റ് വൺ ബേബി ഞങ്ങൾ അങ്ങനെയാണ്. ഇപ്പോൾ ഞങ്ങൾ കുറച്ച് ദിവസം എന്തെങ്കിലും കാറായിരുന്നു അല്ലേ നമ്മൾ ചാപ്റ്റർ 2 ആയിട്ട്. ഞാൻ ഇന്നലെ ഇനിയാന്ന് പറഞ്ഞു. നമ്മുടെ ചാപ്റ്റർ 1 കഴിഞ്ഞു, ഇപ്പോൾ 2 കഴിഞ്ഞു, 3 ആണ് ഇനി ബേബി ആയിട്ട് വരാൻ പോണത്. 4 മിക്കവാറും എന്നല്ല ഒരു 90% 4 വീട് തന്നെ ആയിരിക്കും. ചാപ്റ്റർ 4 ആയിട്ട് പോണത് നോക്കിക്കൊണ്ട് അതല്ല നമുക്ക് എപ്പോ പറ്റുന്നോ അതിനനുസരിച്ച് നമ്മൾ വെക്കും. നമ്മളും പരിശ്രമിക്കുന്നുണ്ട്. അതിന്റെ സമയവും കാലം കൂടി ആയിക്കഴിഞ്ഞാൽ എന്തായാലും തീർച്ചയായിട്ടും നമുക്ക് കൂട്ടാ. കാരണം എന്താ പറയാ, നമുക്ക് അതിൻ്റെതുള്ളൊരു അല്ല നമുക്ക് എന്തായാലും വീട് വേണമല്ലോ. അപ്പൊ നമ്മള്
അതിന്റെ സമയവും കാലവും എല്ലാം കൂടി ഒത്തു വന്നു കഴിഞ്ഞാൽ നമ്മൾ വെക്കും. ഇപ്പോഴും നോക്കുന്നുണ്ട്. ഇപ്പോഴും ഇൻസ്റ്റാഗ്രാമിൽ സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ സെർച്ച് ചെയ്യുന്നുണ്ട്, നോക്കുന്നുണ്ട് നല്ല നല്ല വീടുകൾ. നിങ്ങളെ കമന്റ് പറഞ്ഞ പോലെ ഇപ്പൊ മാള വീടുകളാണ് ഞങ്ങൾ എടുത്ത് നോക്കിയിട്ടുണ്ട്. അതെല്ലാവർക്കും ഞാൻ പറയാട്ടെ, എല്ലാവർക്കും ഒരു ഇതുണ്ടാവും, ഒരു ഓരോ ഘട്ടങ്ങളായിട്ട് ഇപ്പൊ മനസ്സിലുണ്ടാവും. വണ്ടി, കുട്ടി, പിന്നെ അങ്ങനെയല്ലേ കല്യാണമൊക്കെ കഴിഞ്ഞ് പിന്നെ വീട്. അപ്പൊ അതേപോലെ തന്നെ ഞങ്ങൾക്കുണ്ട്. ഞങ്ങളും അതിൻ്റെതായ കാര്യങ്ങൾ നോക്കുന്നുണ്ട്. സമയമാവുമ്പോഴാണ് നമ്മ എന്ത് കാര്യം നമ്മ ഈ മുൻകൂട്ടി ഞങ്ങ പറയാറില്ല. പിന്നെ നമ്മൾ പറഞ്ഞോണ്ട് പ്രതീക്ഷകളില്ല. ദൈവത്തിന്റെ അനുഗ്രഹം കൂടി വേണം. കാരണം നമ്മൾ പ്രതീക്ഷകളും വെക്കാറില്ല കേട്ടോ. അത് പറഞ്ഞു, നമ്മൾ പറഞ്ഞോണ്ട് മാത്രം നടക്കൂല. ദൈവത്തിന്റെ അനുഗ്രഹവും വേണം. എല്ലാം വേണം. എല്ലാം ഉണ്ടെങ്കിൽ നടക്കുള്ളൂ. ഹാർഡ് വർക്കാണ് എല്ലാം. നാം പാതി ദൈവം പാതി എന്നാണ്. പിന്നെ എല്ലാം വരണോടത്ത് വെച്ച് കാണാം. അത്രേ ഉള്ളൂ. യെസ്. പിന്നെ വെയിറ്റ് ഇപ്പൊ 43. ഞാൻ ശരിയും പറഞ്ഞ പെട്ടെന്ന് കൂടിയതാണ് കേട്ടാ. അതല്ല, ഞാൻ 3 കിലോ പെട്ടെന്ന് അഗ്യോണ് 2 ആഴ്ച കൊണ്ട് കൂടിയാണ്. 2 ആഴ്ച. അതല്ല, ഞാൻ ശരിക്കും പറഞ്ഞ ഞാൻ 47 ഉണ്ടായി. പ്രഗ്നന്റ് ആയി 2-3 മാസം കൊണ്ടാണ് ഞാൻ 40ലേക്ക് എത്തിയത്. അവിടുന്ന് ഞാൻ എന്താ 43ലേക്ക് എത്തിയിട്ടുണ്ട്. പിന്നെ അവിടെ നിന്ന് വെക്കുമെന്ന് തോന്നുന്നു. ഇപ്പൊ 2 ആഴ്ച കൊണ്ടുള്ളിൽ 43 40 അപ്പൊ ഞാൻ വെക്കും. നന്നായി വെക്കണം. എൻ്റെ ആഗ്രഹം കുറച്ച് കൂടിയാണ്. എനിക്ക് ഒരു 50-55 കിലോയെങ്കിലും ആവണം എന്നാണ് എൻ്റെ ആഗ്രഹം. പക്ഷെ ഞാൻ അത്ര ഹൈറ്റിൽ, അതാണ് 50-55 ഒക്കെ ചിലപ്പോ ഓവറാവുമെന്ന് എനിക്കറിയില്ല കേട്ടോ. ഞാൻ ഭയങ്കര ഹൈറ്റ് ഒന്നുമില്ല, അതുകൊണ്ട് തന്നെ 55 ഒക്കെ ചിലപ്പോ ഭയങ്കര ഓവറാവും. എനിക്ക് നമ്മളിപ്പോ പറഞ്ഞ പോലെ സിസേറിയനിലേക്ക് എത്താൻ നല്ലത് പ്രസവത്തിലേക്ക് വരാനല്ലേ. അല്ല, അതിപ്പോ തടി ഉണ്ടെങ്കിലും ആരോഗ്യം അതാണ് ഉദ്ദേശിച്ചത്. അതല്ല, എനിക്ക് ഇപ്പത്തെ ഒരു ടെൻഷൻ എന്ന് വെച്ചാൽ ഞങ്ങളുടെ രണ്ടാലും എന്റെ വെയിറ്റിനായിട്ടും ഞാൻ കഴിച്ചാലല്ലോ ഉണ്ണിക്ക് ഉണ്ടാവുള്ളൂ എന്നാണ് ഇപ്പൊ ഞങ്ങളുടെ രണ്ടാളുടെ ടെൻഷൻ. ഇപ്പൊ ഞാൻ ക്ഷീണിച്ചിരുന്നാൽ എന്തെങ്കിലും ആവട്ടെ എന്ന് വിചാരിക്കും അല്ലേ. ബേബി വെയിറ്റ് വേണല്ലോ, അപ്പൊ ഞാൻ കഴിച്ചാലല്ലോ ബേബി ഉണ്ടാവുള്ളൂ. ശരിയാണ്. അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. അല്ല, ഞാൻ തടിച്ച് ഇതായി നിന്നിട്ട് കാര്യമില്ല, ഉണ്ണിക്ക് വെയിറ്റ് വേണമെന്നുള്ളൂ. ഇപ്പൊ ഞാൻ തടി കുറവാണെങ്കിലും സ്കാനിങ്ങിൽ ഉണ്ണി ഓക്കെ എന്ന് പറഞ്ഞെനിക്ക് വിഷമല്ല. അത് ഞാൻ പറഞ്ഞത്. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ, അച്ചു അമ്മയെ കാണാൻ പോയോ? അതിന്റെ റിപ്പീറ്റ്. ഇതുപോലെ തന്നെ വേറൊരു രീതിയിൽ ക്വസ്റ്റ്യൻ ഉണ്ട്. അമ്മ നാട്ടിൽ വന്നിട്ട് പോയില്ലേ, അമ്മ കുഞ്ഞിനെ കാണാൻ എന്താ വന്നില്ലേ? രണ്ട് തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അത് നമ്മ ഒരു എന്താ പറയുക, ചെറിയൊരു പേഴ്സണൽ ഇഷ്യൂസ് നമ്മളെ അല്ലേ ജീവിതത്തിൽ സംഭവിച്ചതുകൊണ്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് വരാനും പറ്റിയില്ല, ഇവിടെ നിന്ന് അങ്ങോട്ട് പോകാൻ പറ്റിയില്ല. അല്ലാണ്ട് നമ്മൾ ഇപ്പോൾ കുറേ കമൻറ്റ് കണ്ടു, നാട്ടിൽ വന്ന് അറിഞ്ഞില്ലേ, നിങ്ങൾ പോകണില്ലേ. നമ്മൾ അറിയാണ്ടിരുന്നിട്ടൊന്നുമില്ല, നമുക്ക് പോകാൻ പറ്റാത്തതുകൊണ്ട് നിങ്ങൾ പോകാൻ പറ്റാത്തതെന്ന് വെച്ചാൽ തിരക്കൊണ്ടല്ല, ഇഷ്യൂസ്, പ്രോബ്ലംസ്. അതായത് ഫാമിലിയിൽ നടക്കുന്ന ഇഷ്യൂസ്. അത് ഈ സ്വയം പല്ല് കുത്തി നാട്ടിക്കാൻ എനിക്കറിയില്ല, അതുകൊണ്ടാണ് ഞാൻ അത് പറയാനുള്ളൂ. കാരണം അല്ലേ, നമ്മളെ തന്നെ സ്വയം പല്ല് കുത്തി നാട്ടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് തന്നെയാണ് കേട്. അത് പുറത്തുള്ള ആൾക്കാർ അത് കൈകുട്ടി രസിക്കാനും ചിരിക്കാനും ഇതുപോലെ കമൻറ്റുകൾ ഇടാനും ഈ കമൻ്റൊക്കെ ഇടണില്ലേ, എല്ലാവർക്കും മനസ്സിലായിട്ട് തന്നെ ഇടുന്നത്. ബിക്കോസ് 100% ഉറപ്പാണ് എന്തെങ്കിലും കാര്യങ്ങളുണ്ടായിരിക്കും. മനസ്സിലാവാണ്ടിരിക്കേണ്ട ആവശ്യമില്ല. എന്താ വെച്ചാൽ നമ്മൾ വന്നാൽ പോവാണ്ടിരിക്കണമെങ്കിൽ എന്തെങ്കിലും ഒരു റീസൺ ഉണ്ടാവും. അത് ആലോചിച്ചറിയാലോ. അപ്പൊ നമ്മൾ പറയണ്ടെന്ന് വെച്ചിട്ട് കമന്റുകള് ഇതിൽ മാത്രമല്ല, ഞങ്ങൾ ഷോർട്ട് വീഡിയോസിലും ഫുൾ വീഡിയോസിലും കുറെ ഒരു മാസത്തോളം, ഒരു മാസമല്ല ഇപ്പൊ വന്നതിന്റെ ശേഷം അല്ല അങ്ങനെ ചോദിക്കാറുണ്ട് അമ്മയുടെ കുറിച്ചുള്ള കുറെ കാര്യങ്ങൾ. അല്ല, നമ്മൾ പരമാവധി പറയണ്ട വെച്ചിട്ട് പോയതാണ്. വേറെ ഒന്നല്ല, നമുക്ക് പറയണ്ടെന്ന് വെച്ചിട്ടാണ് പോയതാ. നമുക്ക് പറയേണ്ടി വന്നാൽ നമ്മൾ പറയുന്ന മാത്രം. അത് വലിയൊരു ഈ പറഞ്ഞ പോലെ അതിൻ്റെ ഉള്ള കുറെ അതൊന്നുമില്ല, നമുക്ക് പോകാൻ പറ്റാത്ത സിറ്റുവേഷൻ ഇഷ്യൂസ് ആണ്. പിന്നെ ഞാൻ ഒരു കാര്യം പറയാം, എന്ത് പറഞ്ഞാലും ചിലപ്പോൾ കല്യാണം കഴിഞ്ഞ് വന്ന പെണ്ണിന് കുറ്റം പറയും. ഞാനിപ്പോൾ ഇനി ഏട്ടനെ മനസ്സ് മാറ്റിയതാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയും. ഞാനൊരു കാര്യം പറയാം, LKG പഠിക്കുന്ന ഒരു കുട്ടിയല്ല. ഈ മനസ്സ് ഞാൻ മാറ്റാനും ഞാൻ പറഞ്ഞു കൊടുത്ത് അത് കയറ്റി അതിലേക്കാവാനും. ഏട്ടനൊരു 10-29 വയസ്സായ ഒരാളാണ്. അതല്ല, എന്നെ ഇങ്ങനെ പറയുന്നുണ്ട്, എല്ലാവരും പെണ്ണുങ്ങൾ തന്നെ പറയുള്ളൂ. അതുകൊണ്ട് ഞാൻ പറഞ്ഞാട്ടാ, 29 വയസ്സായ ആളാണല്ലോ. അപ്പോൾ അവർക്ക് അവരുടേതായ കാര്യങ്ങളും പിന്നെ ഈ ഇഷ്യൂസിൽ ഞാനല്ല മെയിനൊന്നും. അപ്പം നമുക്ക് അത് വരണതും പോണതും നമുക്കറിയില്ല. അപ്പം നമ്മളിപ്പോഴത്തെ നമ്മുടെ സാഹചര്യത്തിന് നമ്മൾ പോകുന്നു. അതെ അതെ.
പിന്നെ ഇപ്പൊ എനിക്ക് ഓവറായിട്ട് അത് ആലോചിച്ച് ടെൻഷൻ അടിക്കാൻ സമയമല്ല. പക്ഷെ എന്റെ ഉണ്ണിനെ എനിക്ക് നോക്കണം. അതെ അതെ, നമ്മ ആ കരച്ചിലും പിടിച്ചിലൊക്കെ നമ്മ ഇപ്പൊ കഴിഞ്ഞ അല്ലേ, ആ വിഷമവും കാര്യങ്ങളൊക്കെ ഇപ്പൊ കഴിഞ്ഞിട്ട് ഇപ്പൊ കുറച്ച് നാളുകളായി. അതുകൊണ്ട് ഇപ്പൊ ഈ ക്യാമറ മുന്നിൽ വന്ന് കരയാനോ വിഷമം കാണിക്കാനോ അതല്ല, നമ്മളേതിലും ഒരു പ്ലാറ്റ്ഫോമില് അങ്ങനെ ഞാൻ കുറവാണ്, അങ്ങനെ ചെയ്യാറില്ല. അത് മാത്രല്ല, പിന്നെ നമ്മളൊരു കാര്യത്തിൽ കുറെ നാള് അതിൽ കൂടെ പോയി കഴിഞ്ഞാൽ പൊരുത്തപ്പെടുന്ന പറയണ പോലെ ആയിരിക്കും ചിലപ്പോൾ. പിന്നെ ഞാനിപ്പോൾ ഏട്ടൻ ടെൻഷൻ അടിച്ചപ്പോൾ ഞാൻ ടെൻഷൻ അടിക്കും. അതിനനുസരിച്ച് ഞങ്ങളുടെ ഉണ്ണിക്ക് ആരോഗ്യത്തിന് പ്രശ്നം, അത് ഞങ്ങൾ നോക്കുന്നില്ല അല്ലേ. അപ്പൊ നമ്മള് ബെസ്റ്റ് കൊടുക്കണത് എന്താ, നമ്മുടെ ബേബിയുടെ കാര്യമാണ്. അതെ, ഈ പുറത്ത് പോകുമ്പോഴും ടെൻഷൻസും കാര്യങ്ങളും ഇല്ലാന്നല്ല, പുറത്ത് പോകുമ്പോഴും കമന്റിലല്ല, പുറത്ത് പോകുമ്പോഴും ചോദിക്കുന്ന ആൾക്കാരുണ്ട് കേട്ടാ, മൂത്ത് ചോദിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷെ അതല്ല ഇപ്പൊ ഞാൻ പറഞ്ഞ ടെൻഷൻസ് ഉണ്ട് ഏട്ടന് ഇല്ല എന്ന് പറയാൻ പറ്റില്ല. എനിക്കായാലും ടെൻഷൻസ് ഉണ്ട്. ഇപ്പൊ എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് ആവശ്യത്തിനുള്ള ടെൻഷൻസ് ഒക്കെ ഉണ്ട് നമ്മൾ. പക്ഷെ ഓവറായിട്ട് അതിലേക്ക് എങ്ങനെയെങ്കിലും എന്തെങ്കിലും ആവട്ടെ എന്നുള്ള രീതിയിൽ ചിന്തിക്കുകയാണ്. അല്ലാണ്ട് നമ്മളത് ഫുൾ ടൈം ആലോചിച്ചിരുന്നുകൊണ്ട് അത് മാറില്ല. അത് അതിന് വേറൊരു ഇതുണ്ട്. നമ്മ എവിടെയാണ് ഈ പറഞ്ഞ പോലെ ഒരു ആത്മാർത്ഥത കാണിച്ചോ അവിടെ നിന്നായിരിക്കുള്ളൂ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് ഈ പുറത്തുള്ളവർക്കൊക്കെ വെറും അത് കാണുന്നത് തമാശ, കൈകൊട്ടിച്ചിരിക്കുക, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ അവർ എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യുമെന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നുന്നില്ല. ഇത് ഫാമിലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ പറയാം, നമുക്ക് ഇപ്പം എന്തൊരു പ്രശ്നം ഉണ്ടെങ്കിലും അല്ലേ, ഇപ്പോൾ ഉദാഹരണം ഒരു മാസത്തിൽ ഇപ്പോൾ ഇവിടുത്തെ അച്ഛനമ്മയും ഞങ്ങളെ കയറ്റാതിരിക്കാം, ഇരുന്നൂടെ? എത്ര ഇഷ്യൂസാണ് ഉണ്ടായിട്ടുള്ളത്. അങ്ങോട്ടും പാട്ടുണ്ട് ഇങ്ങോട്ടും പാട്ടുണ്ട്. പറയില്ല മറക്കേണ്ട സമയങ്ങള്, പിന്നെ നമ്മുടെ വീട്ടിലെ മരണങ്ങള് വിഷമങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ മറക്കേണ്ട കാര്യങ്ങൾ മറന്നിരിക്കും. ചില കാര്യങ്ങള് അത് വിട്ടുവീഴ്ച ചെയ്തില്ലെങ്കിൽ അത് വീണ്ടും ഇഷ്യൂസ് കൂടി വരുള്ളൂ. വാശി പിടിച്ചിരുന്നിട്ട് ഒരു കാര്യമില്ല. അപ്പൊ ആ ഇഷ്യൂസ് കൂടി അത് വലിയൊരു ബോംബായിട്ട് ഒരു പൊട്ടിത്തെറികളിലേക്ക് പോകും. അതിൻ്റെ ഭേദം എന്താ ചെയ്യാ? പിന്നെ ഇപ്പൊ ഞാൻ പറയാം, എൻ്റെ വീട്ടിലൊരു മരണം വന്നാൽ എനിക്ക് അതിലേക്ക് വരാണ്ടിരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തമ്മിൽ പിന്നെ ഉണ്ടാവണ പ്രശ്നങ്ങളൊന്നും അല്ലാതെ നമുക്ക് ഇതാക്കാനും പറ്റില്ല. അത് രണ്ട് ടൈപ്പ് ഉണ്ട്. ഇപ്പൊ ഞാൻ ചിരിച്ച് വേറെ ഒന്നല്ല കേട്ടോ, ഞാൻ വീഡിയോ നോക്കിയിട്ടല്ല, അവിടെ ഒരു ഉണ്ണി പോകണ്ടേട്ടോ, അപ്പൊ അതുകൊണ്ട് ചിരിച്ചാണ്. ഉണ്ണി മനസ്സിലായ? അതെന്താണെന്നറിയോ, നമ്മ പുറത്ത് അങ്ങനെ കാണിക്കണം. ഇപ്പൊ കാണിച്ചില്ലേ, ഇപ്പൊ നമ്മ ഒരു വീഡിയോ സംസാരം കാണിക്കണം, പുറത്തൊരാൾ വരുമ്പോ ഇപ്പൊ ഞാൻ അയ്യോരാ എന്തൊക്കെയാണ് അത് കഴിഞ്ഞ് ഈ ചിരി കഴിഞ്ഞിട്ട് ആ ചിരി കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ റൂമിൽ വന്നിട്ട് പിന്നെ അവിടെ സങ്കടമായിരിക്കും. അത് എങ്ങനെ നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാതെ എങ്ങനെ നിങ്ങളെ വിലയിരുത്താൻ എനിക്കറിയില്ല. ചിലപ്പോ കൂടിക്കലർന്ന് വേറെ എന്തെങ്കിലും ഭാഷയായിട്ട് മാറിപ്പോ. അതിപ്പോ മനസ്സിലാക്കും അത്രേ ഉള്ളൂ. എന്നെ കുറ്റം പറയണവര് പറയുന്നുണ്ട്, എന്നെ മനസ്സിലാക്കണവര് എനിക്കറിയാം, മനസ്സിലാക്കും. പിന്നെ നമ്മളെ വീട്ടിൽ എന്തൊക്കെ അവിടെ ഇവിടെ ഇഷ്യൂസ് ഉണ്ടായി, ആരങ്ങോട്ട് ഇങ്ങോട്ട് വിഷമിച്ചപ്പോ നമുക്കറിയുള്ളൂ. അതിപ്പോ കാണാൻ ആർക്കും അറിയില്ല. അല്ലെ, ഇപ്പൊ എന്തുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ നല്ലതാരും കാണില്ല അല്ലെ, ചെയ്തു കൊടുത്തത് നല്ല കാര്യങ്ങൾ ആരും കാണില്ല. പക്ഷേ ഏതൊരു തലപ്പെടുത്തലും കുറ്റങ്ങൾ മാത്രം ഫോക്കസ് ചെയ്തൊരു മുന്നിലേക്ക് ചാടും. അത് ഞാനായാലും കുഞ്ഞിനങ്ങനെ തന്നെ, എല്ലാവരും അങ്ങനെ തന്നെയാണ്, ഇല്ലാന്നല്ല. പക്ഷെ അത് ജീവിതകാലം മുഴുവൻ അങ്ങനെ കൊണ്ടുനടക്കാൻ ഞാൻ ഇതുവരെ പഠിച്ചിട്ടില്ല. എന്തായാലും അത് വിട്, ഇനി നമ്മുടെ നല്ലത് പറയാനുണ്ട്. നമ്മളെന്തിനാണ് വെറുതെ അല്ല ഞാൻ പറഞ്ഞോളൂ. ഇപ്പോഴും ഞാൻ എന്താണ് പ്രശ്നങ്ങളൊന്നും പറയല്ല. അത് ഞാൻ ആർക്കാണ് പറയണത്, ആരോടാണ് പറയണത് ആർക്കാരെങ്കിലും മനസ്സിലാവും. ഒരു ഫാമിലിനെ ഇല്ലാണ്ടാക്കുമ്പോ ഇതിന്റെ ഇടയിൽ കളിക്കാൻ കുറച്ച് ആൾക്കാരുണ്ട്, അവർക്കുള്ളതാണ് പറയണില്ല. വേറെ ഒന്നുമില്ല, നമുക്കിത് പറയാൻ താല്പര്യമില്ല, അതുകൊണ്ടാണ്. അടുത്ത് പറ. ഇത് കഴിഞ്ഞ് മൂപ്പരാണ് ടെൻഷൻ അടിച്ചിരിക്കും. മുഖം മാറി. ഈ മുഖം മാറി ശരിയാക്കാൻ ഞാൻ നടക്കണം. പിന്നെ
പൊന്നുമായിട്ട് എന്തെങ്കിലും പ്രോബ്ലം ഉള്ളൂ? എന്ത് പൊന്നേച്ചായിട്ട് ഒരു പ്രോബ്ലം ഇല്ല കേട്ടാ. ഇപ്പൊ എന്നോട് ചോദിച്ചിട്ടുണ്ടായി, ഞാൻ അത് പറയാൻ മറന്നാണ്. കാർ ഡെലിവറിക്ക് പൊന്നുവിനെ വിളിച്ചില്ല, പൊന്നു വന്നിട്ടുണ്ടായില്ലല്ലോ പറഞ്ഞു. അല്ല, ഹോസ്പിറ്റലിൽ അവർക്ക് ഹോസ്പിറ്റലിൽ പോകേണ്ട ആവശ്യം വന്നപ്പോ അവര് പോയിട്ടാണ്. അപ്പൊ നമ്മൾ വിളിച്ചിട്ടുണ്ട്. ഷൂട്ടിലായിരുന്നു എറണാകുളത്ത്. ഏട്ടൻ മറന്നു പോയതാണ് കേട്ടോ. അപ്പൊ ഹോസ്പിറ്റലായിരുന്നു. അപ്പൊ അവര് വിളിച്ചിട്ടുണ്ടായി. അവർക്ക് വരാൻ പറ്റാത്ത സാഹചര്യം ആയതുകൊണ്ട് വന്നില്ല. എത്ര ദിവസം, 2 ദിവസം 3 ദിവസം മുന്നേ കാത്തുമ്മയൊക്കെ ഉണ്ടായില്ലേ ഇവിടെ, കാത്തുമ്മയൊക്കെ ഉണ്ടായി, അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ടായി. വേറെ ഒന്നുമില്ല കേട്ടോ. അങ്ങനെ. അപ്പൊ അടുത്തത് ഞാനിപ്പോ ഇത് എന്നോട് ഈ മറ്റേ കമന്റുകളൊക്കെ പറയണ്ടെന്ന് വെച്ചിട്ട് പറഞ്ഞത് വേണമെന്നല്ല. കുറെ ആൾക്കാർ ചോദിക്കുന്നു നിങ്ങളുടെ വ്യൂവേഴ്സിന് ചോദിക്കുന്നതിന് മറുപടി കൊടുത്തൂടെ റിപ്ലൈ. അപ്പൊ നമ്മൾ റിപ്ലൈ കൊടുത്തു എന്നുള്ളൂ കേട്ടോ. എന്ന് ഞാൻ അറിയാണ്ട് നമ്മളിഞ്ഞ് പറയണത് വേറെ വല്ലതും ഓവർ തിങ്ക് ചെയ്തിട്ട് വല്ല ഇതാക്കണ്ടെന്ന് വെച്ചിട്ട് കാര്യം പറഞ്ഞു. വേറൊരു കമന്റ് ഉണ്ട്, ഞാൻ ഇങ്ങനെയല്ല പ്രതികരിക്കുക. അത് ഞങ്ങൾ ഇങ്ങനെയല്ല കേട്ടോ പ്രതികരിക്കുക. അത് നമ്മൾ വേറെ കാര്യമാണ്. അതൊക്കെ തോന്നുന്നു ഇതിൽ പറയാൻ സ്പേസ് ഉണ്ടാവില്ല മിക്കവാറും. അതെ. അപ്പൊ അടുത്തൊരു പ്ലസ് ആയിട്ട് ചാപ്റ്റർ 2. അത് പക്ഷെ നീ പറഞ്ഞില്ലെങ്കിൽ എനിക്ക് ഉറക്കം വരില്ല. അതെന്താ വെച്ചാൽ അങ്ങനത്തെ ഒരു ഇഷ്യൂ ആണ് അത്. പക്ഷെ ആ കമന്റ് കണ്ടൊരു കുറെ പേരുണ്ട് കേട്ടോ. അവര് അതിന് നല്ല റിപ്ലൈ കൊടുക്കുന്നുണ്ട്. ആ കമന്റ് ഇട്ട ആൾക്ക് നല്ല റിപ്ലൈ കൊടുക്കുന്നുണ്ട്. അപ്പൊ അതിന് തന്നെ എനിക്ക് ഭയങ്കര സന്തോഷം. നമുക്ക് വേണ്ടി സംസാരിക്കാൻ കുറെ പേരുണ്ടെന്ന് പറയുമ്പോ അല്ലേ. അടുത്ത് വായിക്കാം. യെസ്, നിങ്ങളുടെ വീഡിയോസ് കാണുന്ന വ്യൂവേഴ്സ് നിങ്ങളുടെ മസ്റ്റ് ആയിട്ട് ആൻസർ കൊടുക്കണം. വാട്ട് ഹാപ്പൻഡ് ഇൻ യുവർ ഹസ്ബൻഡ് ഫാമിലി, മാരീഡ് ലൈഫ് സ്റ്റാർട്ടഡ് മ്യൂച്വൽ. ഈ മലയാളം കൂടെ ഇംഗ്ലീഷിലും മിക്സ് ചെയ്ത് നോക്കണം. എന്തത്? കാണുന്ന വ്യൂവേഴ്സിന് നിങ്ങൾ ആൻസറബിൾ ആണ്. ഓക്കെ. കാണുന്നവർ എന്താ ജോക്കറാണോ? നമ്മള് റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ വായിച്ചത് കേട്ടോ. പിന്നെ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഞാനൊരു കാര്യം പറയട്ടെ, നമ്മൾ യൂട്യൂബേഴ്സ് ആണെങ്കിലും നമുക്ക് എല്ലാം കാര്യം പറയുന്നതിന് ഒരു സമയവും കാലമുണ്ട്. നമുക്ക് ചില സമയത്ത് ചില കാര്യങ്ങൾ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ തന്നെ പുറത്തു വിടാൻ പറ്റില്ല. ഇപ്പോൾ പ്രഗ്നൻ്റ് ആയാൽ തന്നെ ചിലവർ 3 മാസം 4 മാസം പറയാൻ പറ്റില്ല. എന്താ വെച്ചാൽ അത് അല്ലാത്തത് മനസ്സിലാക്കണം. എന്താ വെച്ചാൽ നമ്മൾ യൂട്യൂബേഴ്സ് ആയാലും ചില കാര്യങ്ങൾ നമുക്ക് ചില സമയത്ത് പുറത്തു വിടാൻ പറ്റില്ല. ഇപ്പം പറയാൻ പറ്റണ സമയമായതുകൊണ്ട് പറഞ്ഞു അല്ലേ, അത്രേ ഉള്ളൂ. അല്ലാണ്ട് ജോക്കർ അങ്ങനെയൊന്നും നമ്മൾ ആരും ചിന്തിക്കുന്നില്ല. അതിന് ചിന്തിക്കാതിരിക്കാതെ. അപ്പം അടുത്തത് എവിടെ? നിങ്ങളുടെ പ്രോബ്ലം നിങ്ങൾക്കേ അറിയൂ, മറ്റുള്ളവർ എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ. നിങ്ങൾ ശരിയെന്നുള്ളത് നിങ്ങൾ ചെയ്യൂ. പിന്നെ വളരെ സന്തോഷമായി. കാറ് വാങ്ങിയപ്പോൾ എന്തു രസമായിരുന്നു നിങ്ങളെ കാണാൻ. എത്രയും ചെറുപ്പത്തിൽ നിങ്ങൾ സ്വന്തം ഷോപ്പ്, സ്വന്തം കാറ്, പിന്നെ ആരുടെയും ക്യാഷ് ആഗ്രഹിക്കാതെ സ്വന്തം പ്രയത്നം കൊണ്ട് ജീവിതം അതന്നെ. നിങ്ങൾ നല്ല കുട്ടികളാണ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ശരിക്കും പറഞ്ഞ ഈ കമന്റ് ഇട്ട ആരാ ശരിക്കും ഞങ്ങളെ മനസ്സിലാക്കിയ ഒരാളാട്ടാ. സത്യം പറഞ്ഞ ഞങ്ങളുടെ ജീവിതം ഇങ്ങനെ മനസ്സിലാക്കിയ ആൾക്കാരുണ്ടോന്ന് ഞങ്ങൾക്ക് അറിയില്ല. പക്ഷെ ഞങ്ങളെ എന്താന്നറിയില്ല, എന്നാലും ഞങ്ങളെ നല്ലോ മനസ്സിലാക്കിയ ഒരാളാണ് ഈ കമന്റ് ഇട്ടത്. സത്യമാണ്. നമ്മുടെ ജീവിതത്തിൽ കാറായാലും ഷോപ്പായാലും നമ്മൾ ഓരോന്നും നമ്മൾ ഇതുകൊണ്ട് വാങ്ങുമ്പോൾ നമുക്കത് ഭയങ്കര സന്തോഷമാണ്. അത് കുറ്റം കാണുന്നവരുണ്ടാവും. പക്ഷെ ഇതേപോലെ നമ്മളെ സ്നേഹിച്ച് നമ്മുടെ കൂടെ നിന്ന് നമ്മളോട് പറയുമ്പോൾ അതിന് നമുക്കൊരു ഭയങ്കര സന്തോഷമാണ്. ഞങ്ങൾ മനസ്സിലാക്കിയതാണ്. ഞങ്ങളുടെ ശരിയിലാണ് പോണത്. അത് മനസ്സിലാക്കാനുള്ളവരുണ്ട് നമ്മളല്ലേ. ഇത് എൻ്റെ ലൈഫ് ഇപ്പം ഞങ്ങൾ വന്ന ഒരു ലൈഫാണ് ഇപ്പം പറഞ്ഞേക്കണത് അല്ലേ. ആ ഷോപ്പ്, ഹാർഡ് വർക്ക്, അത് മാത്രല്ല നമ്മളെ നമ്മളെ ശരിയിൽ കൂടെയാണ് ജീവിക്കണേ എന്നുള്ളത് മനസ്സിലാക്കാനുള്ളൊരു മനസ്സ്. അത് ഭയങ്കര എന്താ പറയണ്ടേ, താങ്ക് യു പറഞ്ഞാൽ തീരില്ല അല്ലെ കമന്റിന്. അത്രയും നമ്മളെ മനസ്സിലാക്കിയതിന് ഭയങ്കര ഇതാണ്. ഭയങ്കര സന്തോഷം കേട്ടാ. ഭയങ്കര സന്തോഷം ഈ കമന്റ് കാണിച്ചപ്പോൾ. പിന്നെ ഞാൻ ഒരു കാര്യം പറയട്ടെ, നമ്മളെത്ര നെഗറ്റീവ് പറഞ്ഞാലും നമ്മളെ സ്നേഹിക്കുന്നവർ കുറച്ച് പേരായാലും അത് ഭയങ്കരമായിട്ട് നമ്മളെ സ്നേഹിക്കുന്നവർ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്കത് ഭയങ്കര സന്തോഷം അല്ലേ, സമാധാനം. പുറത്ത് പോകുമ്പോഴതെ ഇപ്പം എന്നെ കാണുമ്പോൾ എന്നിട്ട് ഇങ്ങനെ ചോദിക്കും, കുഞ്ഞാവ ഇങ്ങനെ ഇരിക്കുന്നു സുഖമാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മുടെ കുഞ്ഞാവരെ കാര്യം ചോദിക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമല്ലേ അല്ലേ. നമ്മുടെ കാര്യങ്ങളായാലും അത് ഭയങ്കര ഹാപ്പി ആട്ടാ. ഡെലിവറി കഴിഞ്ഞ് ഒരു 90 കഴിഞ്ഞ് നിങ്ങൾ വേറെ വീട് എടുത്ത് മാറുമോ അതോ അച്ഛൻ്റെ വീട്ടിലേക്ക് പോകുമോ? അങ്ങനെ ലാസ്റ്റത്തിൻ്റെ മറുപടി തന്നു.
ഫസ്റ്റത്തെ വീടിന്റെ കാര്യം പറഞ്ഞല്ലോ. നമ്മള് മിക്കവാറും ഒരു റെന്റിന്റെ ഒരു ഹൗസൊക്കെ നോക്കും. ഇപ്പൊ ഒരു റെന്റഡ് ആയിട്ടുള്ള ഒരു നോക്കുള്ളൂ. പിന്നെ വീടിന്റെ കാര്യം പറയല്ലോ, നമുക്കൊന്നും പറയാൻ പറ്റില്ല. ഈ കാറെടുത്ത പോലെ ഇരിക്കുള്ളൂ. എന്തായാലും നമുക്ക് മാറേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമ്മളിപ്പോ എന്റെ ഹെൽത്ത് വെച്ചിട്ട് ഞാൻ ഇവിടെ നിൽക്കുന്നു. അതാണ് മെയിൻ ആയിട്ട്. ഇപ്പൊ അതിന് വേറെ ആരും കുറ്റം പറയാൻ നിൽക്കണ്ട. എനിക്ക് അത് ഇവിടെ ഈ പറഞ്ഞ പോലെ എല്ലാ പെണ്ണുങ്ങളും ഇപ്പൊ യൂട്യൂബിലുള്ള ഈ പറഞ്ഞ കുഞ്ഞമ്മ മാത്രമല്ലല്ലോ. യൂട്യൂബിൽ നിന്നല്ല, അല്ല കാണുന്ന അങ്ങനെയാണല്ലോ, കമന്റ് ഇടുന്ന അങ്ങനെയാണ് കുറെ പേര്. അപ്പൊ നമ്മൾ ഈ പബ്ലിക്കില് എല്ലാവരും പ്രസവ ടൈമില് ആരെടുത്താണ് എന്താണ് എന്നുള്ള എല്ലാവർക്കും അറിയാം. പിന്നെ നമുക്ക് എനിക്കിപ്പോ ഏറ്റവും കൂടുതൽ എന്റെ ആവശ്യം എനിക്ക് കിട്ടുന്ന കെയറിങ്ങും എനിക്ക് കിട്ടുന്ന കാര്യങ്ങളാണ്. അപ്പൊ അത് ഇവിടെ കിട്ടുന്നു, അവിടെ നമ്മൾ നിൽക്കും. അപ്പൊ അത് എനിക്ക് ആവശ്യമുണ്ട്, അതുകൊണ്ട് ഞാൻ അവിടെ നിൽക്കും. അപ്പൊ എൻ്റെ കൂടെ എൻ്റെ ഭർത്താവ് നിന്നുകൊണ്ട് ഒരു പ്രശ്നമില്ലാതെ എനിക്ക് എൻ്റെ കൂടെ എൻ്റെ ഭർത്താവ് വേണം. എൻ്റെ ചേട്ടൻ ഗൾഫിലല്ല, നാട്ടിലാണ്. ഗൾഫിലുള്ളവരൊക്കെ ആണെങ്കിൽ ഇപ്പൊ നമ്മൾ വേറെ പിരിഞ്ഞ് നിൽക്കാം. ഇപ്പൊ നാട്ടിലുള്ള ആളിനെ എനിക്ക് വേറെ സ്ഥലത്ത് വിട്ടിട്ട് ഞാനിവിടെ ഒറ്റയ്ക്ക് നിൽക്കുന്നത് വലിയ നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല, അല്ലേ? ഞാൻ വേറെ ഫ്ലാറ്റ് ഒറ്റയ്ക്ക് നിൽക്കേണ്ട ആവശ്യം എന്തിനാ? ഞാനിവിടെ കിടന്നിട്ട് എൻ്റെ ഭർത്താവിനെ കാണാണ്ട് ഗൾഫിൽ നിൽക്കണവരെന്ത് വിഷമിച്ചിരിക്കുക. അതുകൊണ്ട് ഞങ്ങൾ രണ്ടാളും എൻ്റെ ഹെൽത്ത് നോക്കിയിട്ട് ഇപ്പോൾ ഇവിടെ നിൽക്കുന്നു. ഞാനിപ്പോൾ പറഞ്ഞില്ലേ, ഛർദിയൊക്കെ മാറി നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ഓക്കെ ആയി വരുന്നത്. നമ്മുടെ അതിൽ ഓക്കെ ആവണമെങ്കിൽ നമുക്ക് കുറേ കാര്യങ്ങളുണ്ട്. ഇപ്പം നമ്മൾ ഫുഡ് അടി മാത്രമല്ല, നമ്മുടെ സാഹചര്യം, സിറ്റുവേഷൻ, എല്ലാ കാര്യങ്ങളും, പിന്നെ നമ്മുടെ ചുറ്റും നടക്കുന്ന സന്തോഷങ്ങളും വിഷമങ്ങളും കാര്യങ്ങളും കൂടെ ഒക്കെയാണ് ഞാൻ ഇപ്പോൾ പോണത്. അപ്പം അതിൽ നമുക്ക് എവിടെ നിൽക്കുമ്പോഴാണ് ഹാപ്പിനെസ്സും പിന്നെ ആരോഗ്യം ശരിയായി നിൽക്കണം, അവിടെ നമ്മളിപ്പോൾ നിൽക്കും. അതാണ് സംഭവം. അടുത്ത ക്വസ്റ്റ്യൻ. എനിക്ക് നിങ്ങൾ രണ്ടുപേരെയും ഭയങ്കര ഇഷ്ടമാണ്. കൂടുതൽ ഉഷാറായി രണ്ടുപേരും നന്നായി ആലോചിച്ചെന്തെങ്കിലും ഗെയിംസ് ചലഞ്ച് എങ്ങനെ കത്തിക്കേറി വരണം. ഗോഡ് ബ്ലെസ് യു ബോത്ത്. ഓക്കെ, ഞങ്ങൾ ഗെയിം ചലഞ്ച് ഒക്കെ പ്ലാൻ ചെയ്തതാണ്. അപ്പൊ തന്നെ കുണിക്ക് പനി വന്നു. ഇപ്പൊ എനിക്ക് ഓവറായിട്ട് എല്ലാം ഗെയിം ചലഞ്ചിലും ആഡ് ആവാൻ പറ്റാത്തതുകൊണ്ട് പ്രസവം കഴിഞ്ഞാൽ ഞാൻ ചെയ്യട്ടോ. എനിക്ക് ആഡ് ആവാൻ പറ്റില്ലല്ലോ. ഇപ്പം എല്ലാം ഫുഡും ഞാൻ കഴിക്കാറില്ല. ഞാൻ ഈ പുറത്ത് ഫുഡുകളൊന്നും ഞാൻ അധികം കഴിക്കാനും പറ്റാത്തതുകൊണ്ട് എനിക്കധികം ചലഞ്ചിലൊന്നും ഇവരെ കൂടെ ഇരിക്കാൻ പറ്റില്ല. അപ്പം ഞാൻ ഏട്ടനും കുണിക്കിനും കൂടി പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടായി. അപ്പോഴേക്കും കുണിക്കിക്ക് വയ്യാണ്ടായി. കുണിക്കിന് വയ്യായി മാറുമ്പോഴേക്കും ഇപ്പം കുണിക്കിന് വയ്യാണ്ടായി ഇരിക്കാൻ. കുണിക്കൻ്റെ പനിയൊക്കെ ഇനി മാറി അവ ഉഷാറായിട്ട് വേണം ഇനി ചലഞ്ച് എടുക്കാട്ടാ. എന്തായാലും നമ്മൾ അധികം വൈകാതെ എടുക്കും അല്ലേ? ഞങ്ങൾ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ചലഞ്ച്. അത് പിന്നെ ഞാൻ ഒരു കാര്യം പറയട്ടെ, വീഡിയോക്ക് മാത്രമായിട്ടല്ല, ആ ചലഞ്ച് ചെയ്യാൻ കുണിക്കും ഭയങ്കര ഇഷ്ടമാണ് അല്ലേ? അപ്പൊ അവരുടെ സന്തോഷം കൂടി ഇപ്പൊ നമ്മളൊരു പാർക്കിൽ കൊണ്ടുകൂടിയില്ലേ പിള്ളേരെ കളിപ്പിക്കുക, അതേപോലെ അവർക്ക് ഇഷ്ടമാണ് ഈ ചലഞ്ചുകൾ കാണുമ്പോൾ അവർക്കത് ചെയ്യാൻ. അപ്പൊ അത് കൂടി സാധിച്ചു കൊടുക്കാന്ന് വെച്ചിട്ട് നമ്മൾ എന്തായാലും പറഞ്ഞെടുക്കണം അല്ലേ? കാറ്റ് വീശി അല്ലെങ്കിൽ ചൂട് വെക്കട്ടെ. പായസം കുടിച്ചു വന്നപ്പോഴേ ഭയങ്കര ക്ഷീണം. ഞാൻ പറഞ്ഞു പാൽപ്പായസം കുടിച്ച് വന്ന എൻ്റെ ഓർക്ക ക്ഷീണം. ഗുരുവായൂരിന്ന് വന്നപ്പോൾ പാൽപ്പായസം ഒരു 1/2 ടിന്ന് ഞാൻ തന്നെ കയറ്റി. മധുരം കഴിക്കാറില്ല, പക്ഷെ ഇഷ്ടം കൊണ്ട് കഴിച്ചു പോയി. ഓൾഡ് കാർ കൊടുത്തു. ഓൾഡ് കാർ ആ കാറിന്റെ കാര്യമൊക്കെ ഇത് അതൊക്കെ നമ്മുടെ ഇത് പോയി. എൻ്റെ കാർ ഇതാണ് പുലിക്കുട്ടി. ചേട്ടന് പുലിക്കുട്ടി നമ്പർ കിട്ടാത്തതിന്റെ വിഷമം. നമ്പർ പ്ലേറ്റ് ഇട്ടില്ല. നമ്മള് ഒക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ, പക്ഷെ ആയിട്ടില്ല, ശരിയായിട്ടില്ല. What happened to chaos on it? Not going back to Kodungulu. How's ഹെൽത്ത് എങ്ങനെയുണ്ട് ചോദിക്കുന്നുണ്ട്. നമ്മൾ പറഞ്ഞ കമന്റിന് പിന്നെയും റിപ്പീറ്റ് ആയിട്ട് പറയുന്നില്ല കേട്ടോ. റിപ്പീറ്റ് പറയണില്ല. ഹെൽത്തിനെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടില്ല. ഹെൽത്ത് ഇപ്പൊ ഓക്കെയാണ്. 3 മാസം വരെ 4 മാസം വരെ നല്ല അലമ്പായിരുന്നു ഹെൽത്ത്. ഇപ്പം ഞാനൊന്ന് പ്രഗ്നൻസി ഒന്ന് എൻജോയ് ചെയ്ത് വരുന്നത് ഇപ്പോഴല്ല. പ്രഗ്നൻസി ജേണി ഒന്ന് മനസ്സിലാക്കി അതിലൊന്ന് സന്തോഷിച്ച് പിന്നെ പുറത്തൊക്കെ പോയി ഇപ്പം എനിക്ക് കുഴപ്പമില്ല കേട്ടോ. കുഴപ്പമില്ലാന്ന് പറഞ്ഞാൽ കുറച്ച് നേരം നടന്ന ക്ഷീണം കൈയൊക്കെ ഉണ്ട് എല്ലാവരുടെയും പോലെ, എന്നാലും കുഴപ്പമില്ലാതെ പോകുന്നു. അപ്പം അടുത്ത ക്വസ്റ്റ്യൻ. നിങ്ങൾ രണ്ടുപേരും നല്ല കുട്ടികളാണ്. കാറ് വാങ്ങിയതുപോലെ ഇല്ല മഞ്ജു എന്നിട്ടുള്ള കാർ വാങ്ങിയതുപോലെ ഒരു വീടും സ്വന്തമാക്കാൻ പറ്റട്ടെ. നല്ല ഒരു കുഞ്ഞുകൂടി ഉണ്ടായിട്ട് സന്തോഷമായി ജീവിക്കാൻ ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. അച്ചു ഒരു പാവമാണ്. സ്കാനിങ് കഴിഞ്ഞു. അച്ചു പാവാന്ന് പാവാണോ? പാവാന്നാ എൻ്റെ അടുത്ത് എനിക്കറിയല്ലോ അല്ലേ സ്വഭാവമൊക്കെ.
അല്ല അങ്ങനെയല്ല കേട്ടോ ഞാൻ പറഞ്ഞത്. ഭാര്യമാരുടെ അടുത്ത് എല്ലാം ഭർത്താക്കന്മാരും കുരുത്തക്കേട് നടക്കുന്നത് ഭാര്യമാരുടെ അടുത്താ അല്ലേ? അതിപ്പോ എന്റെ കുരുത്തക്കേടായാലും നടക്കുന്നത് ഫുള്ളായിട്ടുണ്ട് അടുത്താ. ബാക്കിയെല്ലാം നോക്കുമ്പോ എന്റെ ഏട്ടൻ പാവാണ് കേട്ടോ. പിന്നെ എന്താ പറയാ, നമുക്ക് കാണിക്കാൻ പറ്റുള്ളൂ നമ്മളുടെ നമുക്ക് എന്താ പറയാ വിശ്വരൂപം. പക്ഷെ പുറത്ത് പിന്നെ അത് മാത്രല്ല, നമുക്ക് എന്ത് കാണിച്ചാലും നമ്മൾ വിട്ടുപോകില്ലെന്ന് ഉറപ്പുള്ളവരുടെ അടുത്ത് നമ്മളത് കാണിക്കും. അതാണ് ഞാൻ ഏട്ടൻ്റെ അടുത്ത് കുറുമ്പ് എപ്പോഴും കാണിച്ചിറക്കണം അല്ലേ ഏട്ടാ? പിന്നെ എന്താ പറഞ്ഞ വീട് വാങ്ങേണ്ടത് എത്രയും പെട്ടെന്ന് നടക്കട്ടെ. പിന്നെ സ്കാനിങ് കഴിഞ്ഞിട്ടില്ല കേട്ടാ, ഈ 22-ാം തീയതി. ഇനി അധികം ദിവസമൊന്നുമില്ല. അതിന്റെ ടെൻഷൻസ് ഇപ്പൊ തലയിൽ കയറിയിട്ടുണ്ട്. ഹെൽത്ത് ആയിരിക്കണം ബേബി. പിന്നെ 5-ാം മാസം സ്കാനിങ് കുറച്ച് ഇതാണ്. അപ്പൊ അതിന്റെ ഒക്കെ ടെൻഷൻസ് തലയിൽ കയറിയിട്ടുണ്ട്. രണ്ടുപേരും ഇഷ്ടമാണ്. ഹാപ്പി ആവണം, അഡ്വാൻസ് ഹാപ്പി ആവണം. ഈ വാശി ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഓണം കറക്റ്റായിട്ട് ഇല്ലാത്തതുകൊണ്ട് പിന്നെ അല്ലേ, അച്ഛമ്മ അച്ഛൻ മരിച്ചിരിക്കണ ഓണം ഇല്ല കേട്ടാ. നമ്മൾ പൂക്കളൊന്നും ഇടലില്ല. പിന്നെ ഒരു കൊല്ലം അവർക്ക് വേണ്ടിയിട്ടല്ലേ. അപ്പൊ നമ്മളിങ്ങനെ അതിന്റെ വിഷമം ഉണ്ടെങ്കിലും ഇതാവും. ഇവൻ ഏതാ നിങ്ങളുടെ കാട്ടായം കണ്ടാൽ ഏതോ വലിയ സെലിബ്രിറ്റി ആണെന്ന് സ്വയം ചമ്മിഞ്ഞ് നടക്കുന്നു. എനിക്കറിയില്ല, ഞങ്ങളെ സംസാരിച്ചവരൊന്നും ഞങ്ങളോട് വന്നവരൊന്നും പറയില്ല ഞങ്ങൾക്ക് ജാടിയുള്ളത്. ഞങ്ങൾ ഇന്നേരം ജാടിയായിട്ട് സെലിബ്രിറ്റികളായിട്ട് നടക്കണമൊന്നുമില്ല. നമ്മള് യൂട്യൂബിൽ വന്ന് വീഡിയോ ഉണ്ട്, ഞങ്ങൾ സത്യം പറഞ്ഞ വീഡിയോ ഇടുന്നു. അതെ, ചില ഷോർട്സിലൊക്കെ പറയും കുഞ്ഞൻ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ ഒന്നുകൂടി ശ്രദ്ധിക്കുന്നത്. ഞാൻ എൻ്റെ ഫാമിലിയിൽ ഒരാൾക്കാരോട് എങ്ങനെ സംസാരിക്കണം അതേപോലെയാണ് ഞാനിപ്പോൾ വീഡിയോയിൽ വന്നാലും ഞാനായിട്ടൊന്ന് സംസാരിക്കണം. അതുകൊണ്ട് ഞങ്ങൾ അഭിനയിക്കാത്ത കാരണം നമ്മുടെ നോർമൽ സംസാരമൊക്കെ ആയിരിക്കും വരിക. ചിലപ്പോൾ എന്തെങ്കിലും മനസ്സിലാവില്ല, അങ്ങനത്തെ ഒക്കെ വരും കേട്ടോ. എന്റെ അമ്മോടും അച്ഛനോട് എങ്ങനെയാ അമ്മോടും അച്ഛനോടും നമ്മുടെ ബന്ധുക്കളോടും നമ്മൾ കാണുന്നവരോട് എങ്ങനെ സംസാരിക്കണം അതേപോലെ ഞങ്ങൾ വീഡിയോ അല്ല ഞങ്ങൾ അങ്ങനെയാണ് കേട്ടോ. ചില അറിയില്ല ചിലവരെങ്ങനെയാണ് വീഡിയോ എടുക്കുന്നത്. നമ്മളിങ്ങനെയാണ്, നമ്മൾ നോർമലായി നമ്മുടെ വീട്ടിലത്തെ കാര്യങ്ങൾ. ഇപ്പൊ ഞാൻ വന്ന് നല്ല ഡ്രസ്സ് ഊരിട്ടിട്ട് വീഡിയോയിലേക്ക് വീട്ടിലുള്ള ഡ്രസ്സ് ഇട്ട് വന്നിട്ട് ഞാൻ വീഡിയോയിൽ ഇരുന്നത്. വേറെ ഒന്നല്ല കേട്ടോ, നല്ല ഡ്രസ്സ് ഊരിട്ടത് ചൂടെടുത്തിട്ട് പോയി. അപ്പൊ ഞാൻ പറഞ്ഞു നമ്മുടെ വീഡിയോയിലല്ലേ, അത് കുഴപ്പമില്ല, വീട്ടിലുള്ള ഡ്രസ്സ് മതി എന്ന് പറഞ്ഞിട്ട് വന്നത്. അതെച്ചാൽ നമ്മുടെ ഒരു വീട്ടിലിരിക്കുന്ന ഒരു ഫീലാണ് നമുക്ക് ഏറ്റവും ഇഷ്ടം. നമുക്ക് വീഡിയോ എടുക്കുമ്പോൾ അത് കംഫർട്ട് അതാണ്. ഈ വലിയ ഡ്രസ്സൊന്നും ഇട്ടിട്ട് എനിക്ക് പിരിക്കാൻ വയ്യ, മടിയാ. ചെവിടാണോ ചെവി? അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ, നന്നായി ഇരിക്കട്ടെ, ഇഷ്ടം മാത്രം. ഓക്കെ, താങ്ക് യു ഹാർഡി. താങ്ക് യു. ഓക്കെ, അടുത്ത ലവ് ഫ്രം മലപ്പുറം, വെയിറ്റിംഗ് ഫോർ യുവർ ബേബി. താങ്ക് യു ലവ് ഫ്രം മലപ്പുറം. സ്ഥിരം കമന്റ് ആണ്. ഞങ്ങളത് ബേബിക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ്. പിന്നെ നമുക്ക് ഈ മലപ്പുറം എന്ന് പറഞ്ഞിട്ട് ലവ് ഫ്രം മലപ്പുറം എന്ന് പറഞ്ഞാൽ എപ്പോഴും നമ്മൾ അത്രയും സപ്പോർട്ട് ചെയ്യുന്ന ആളാണ്. താങ്ക് യു. നന്ദു എവിടെ പ്ലേസ് പറഞ്ഞോളൂ. ഇതിപ്പോ ഞങ്ങളിപ്പോൾ ഇത് കുന്നംകുളത്ത്. കുഞ്ഞിന്റെ വീട് കുന്നംകുളം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവുന്നറിയില്ല. നമ്മുടെ ഗുരുവായൂരിന്നൊക്കെ ഒരു 8 കിലോമീറ്റർ അല്ലേ. കോഴിക്കോട് കുന്നംകുളം NH-ലൊക്കെ ആയിട്ട് വരും നമ്മുടെ വീടിന്റെ വശം അല്ലേ. ആ സൈഡായിട്ടാണ് വരിക. ഈ സൈഡിലുള്ളവർക്കാണെങ്കിൽ ഞാൻ പറഞ്ഞുതരാം, പോർക്കുളത്ത് പഞ്ചായത്തിന്റെ അവിടെയാണ് നമ്മുടെ വീട്. ഗോകുലിന്റെ ഷോപ്പ് എവിടെയാണ്? പറഞ്ഞു കൊടുക്കും. കൊടുങ്ങല്ലൂർ നമ്മുടെ സെന്റ് തോമസ് ചർച്ചിന്റെ നേരെ ഓപ്പോസിറ്റ്. എന്താ വെച്ചാൽ ക്രാഫ്റ്റ് ഹോസ്പിറ്റലൊക്കെ സൈഡായിട്ട് വരും കേട്ടോ. എന്താ വെച്ചാൽ പള്ളി പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവാത്തതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത്. ക്രാഫ്റ്റിന്റെ അവിടെ ഒക്കെ ആയിട്ട് വരും. ഹായ് മക്കളെ, ഹാപ്പി ആയിരിക്കൂ. നല്ല കഷ്ടപ്പാടെല്ലാം തീരും. ഓരോരോ പരീക്ഷണങ്ങൾ എല്ലാം സന്തോഷത്തോടെ ഇരിക്കൂ. ഓക്കെ, താങ്ക് യു. കഷ്ടപ്പാടുകളൊക്കെ മാറട്ടെ ഞങ്ങളുടെ മാറട്ടെ. എല്ലാവർക്കും ഉണ്ടാവില്ല കഷ്ടപ്പാടും ഇതൊക്കെ. എന്തെങ്കിലും ആയുസിന് ആർക്കും ആപത്തില്ലാണ്ട് ജീവിച്ചു പോകാനാണ് ഞങ്ങള് ഇപ്പൊ വിചാരിക്കണേ. അസുഖങ്ങളില്ലാണ്ട് കുറുമ്പടിച്ചു. ഹായ് ചേട്ടാ ആൻഡ് കുഞ്ഞ, സുഖമാണോ? ബി ഹാപ്പി ഓൾവേസ്. യെസ്, ഹാപ്പി ആയിരിക്കണം. സുഖമായിരിക്കുന്നു, കുഴപ്പങ്ങളൊന്നും ഇല്ലാണ്ട് പോണ്ട്. നുഹാഷെറിൻ. ഓക്കെ, താങ്ക് യു. നമ്മളെ ശരിക്കും നമ്മുടെ വീട്ടിലുള്ളവർ വിളിക്കണ പോലെ ചേട്ടാ ആൻഡ് കുഞ്ഞാന്ന് വിളിക്കുക. അപ്പൊ ഇനി അടുത്ത ഇതിലേക്ക് വേണ്ടി ചാമ്പണ്ട വരും. ഞങ്ങളൊന്ന് ലെങ്ത് നോക്കിയിട്ട് വരാം. പാർട്ട് 2 ആയിട്ട് ഒരു ആൾക്ക് ഇട്ട ഒരു സാധനം
ചെയ്യാനുണ്ട്. അതുകൊണ്ടാണ് അത് ഡീറ്റെയിലായിട്ട് പറയണം. അതന്നെ ഉണ്ടാവും ചില കുറേ പറഞ്ഞു തരാം. അപ്പൊ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത് നിർത്താം. എന്തായാലും ലെങ്ത് അത്യാവശ്യമായിരുന്നു, ഇത് തന്നെ അത്യാവശ്യമായിട്ടുണ്ട്. ആയിട്ടുണ്ട്. അപ്പൊ അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ ആൻസർ കുറേ ഉണ്ട്. പിന്നെ ഒരാളെ കുറിച്ച് ഞങ്ങൾക്ക് മെയിൻ ആയിട്ട് പറയാനുണ്ട്. അതെന്തായാലും അടുത്ത പാർട്ടിൽ വരും കേട്ടോ. അത് വേറെ ഒന്നല്ല, അത് പറഞ്ഞില്ലെങ്കിൽ എനിക്ക് സമാധാനം കിട്ടില്ല. അതിന് അല്ലേ, അത് പറയണം ഞങ്ങൾക്ക്. അപ്പൊ അത് അടുത്ത പാർട്ടായിട്ട് വരും. ഇനിയും കുറെ ചോദ്യങ്ങളുണ്ട്, അടുത്തതിലായിട്ട് വരാം. കുറേ ചോദ്യങ്ങളുണ്ട്. ഇത്ര ചോദ്യം പാർട്ടായിട്ട് ചെയ്തിട്ടുണ്ട്, ഇത്ര വലിയ ഇതിൽ വന്നിട്ടില്ല കേട്ടോ. ഇല്ല, പിന്നെ നമ്മൾ സംസാരിച്ചപ്പോൾ ലെങ്ത് ആയി തോന്നുന്നു. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയല്ലോ കേട്ടോ. അപ്പൊ അടുത്ത വീഡിയോ എത്രയും പെട്ടെന്ന് വരാം. ബൈ.